വിവാദങ്ങൾക്കിടെ പുനഃസംഘടിപ്പിച്ച കേരള സർവകലാശാല സിൻഡിക്കേറ്റ് യോഗം ഉടൻ. അധ്യാപകരുടെ പ്രമോഷൻ, ശമ്പളം, ഗവേഷക വിദ്യാർത്ഥികളുടെ വിഷയങ്ങൾ തുടങ്ങിയവ അജണ്ടയിലില്ല. സുപ്രധാന വിഷയങ്ങൾ അജണ്ടയിൽ ഉൾപ്പെടുത്താത്തതിൽ പ്രതിഷേധിക്കാൻ ഇടത് അധ്യാപക സംഘടനകൾ തയ്യാറാവുകയാണ്. ഷീജ വിവരങ്ങളുമായി ചേരുന്നു. ഷീജ, ഈ യോഗം ചേരുന്നു എന്നുള്ളത് ശരിയായ കാര്യം, പക്ഷേ ഇതിൽ ഉൾപ്പെടുത്തേണ്ട, അടിയന്തരമായി സിൻഡിക്കേറ്റ് പരിഗണിക്കേണ്ട വിഷയങ്ങൾ അജണ്ടയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അത് ഗൗരവമായ വിഷയമാണ്. എന്തൊക്കെയാണ് ഇടത് സംഘടനകൾ പറയുന്നത്? വിവാദങ്ങൾക്കിടെയാണ് പുനഃസംഘടിപ്പിച്ച കേരള സർവകലാശാല സിൻഡിക്കേറ്റ് യോഗം ഉടൻ ചേരുന്നത്. അധ്യാപകരുടെ പ്രമോഷൻ, ശമ്പളം, ഗവേഷക വിദ്യാർത്ഥികളുടെ വിഷയങ്ങൾ തുടങ്ങിയവ അജണ്ടയിൽ ഉൾപ്പെടുത്താത്തതിൽ കടുത്ത പ്രതിഷേധമുയരുകയാണ്. ഷീജ, എന്തൊക്കെയാണ് ഇതിൽ അജണ്ട സുപ്രധാനമായി സിൻഡിക്കേറ്റ് ചർച്ച ചെയ്യേണ്ടത്? എന്തിനാണോ യോഗം ചേരുന്നതിൻ്റെ പ്രധാന ഉദ്ദേശങ്ങൾ ഒഴിവാക്കിക്കൊണ്ടുള്ള ഇത്തരത്തിലെ നീക്കങ്ങൾ? ഇത് വലിയ പ്രതിഷേധത്തിന് ഇടയാക്കുകയാണ്. എന്തൊക്കെയാണ് ഇടത് സംഘടനകൾ പറയുന്നത് പ്രധാനമായും? ഷീജ. അജിംഷാദ്, ഏതായാലും സിൻഡിക്കേറ്റ് യോഗം ഇപ്പോൾ ആരംഭിക്കാൻ പോകുകയാണ്. സിൻഡിക്കേറ്റ് യോഗം നമുക്കറിയാം, നിലവിൽ ചേരേണ്ട സമയമൊക്കെ കഴിഞ്ഞിട്ടും സിൻഡിക്കേറ്റ് യോഗം വിളിച്ചു ചേർക്കാൻ VC മോഹനൻ കുന്നുമ്മൽ തയ്യാറായിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷമാണ് ഇപ്പോൾ സർക്കാർ കഴിഞ്ഞ ദിവസം നിലവിലുള്ള സിൻഡിക്കേറ്റിലെ ഇടത് അംഗങ്ങളെ, അതായത് നോമിനേറ്റ് ചെയ്തിട്ടുള്ള ഇടത് അംഗങ്ങളെ എല്ലാവരെയും ഒഴിവാക്കിയത്. 6 അംഗങ്ങളെയാണ് ഒഴിവാക്കിയത്. പകരമായി UDFന്റെ 6 പുതിയ അംഗങ്ങളെ അതിലേക്ക് സിൻഡിക്കേറ്റിലേക്ക് നിയമിക്കുകയും ചെയ്തിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ ചേരുന്നതുമായി ബന്ധപ്പെട്ട് ഇന്നത്തെ ഈ ഒരു സിൻഡിക്കേറ്റ് യോഗം വിളിച്ചിരിക്കുന്നത്. ഈ സിൻഡിക്കേറ്റ് യോഗത്തിൽ പ്രധാനമായും എടുത്തു പറയേണ്ടത്, നിരവധി വിഷയങ്ങൾ നിലനിൽക്കെ ഒറ്റ അജണ്ട മാത്രമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അത് സ്റ്റാൻഡിംഗ് കൗൺസിലുമായി ബന്ധപ്പെട്ടുള്ളതാണ് ഇപ്പോൾ അജണ്ടയായി തീരുമാനിച്ചിട്ടുള്ളത്. പക്ഷെ അധ്യാപകരുടെ നിയമനം സംബന്ധിച്ചിട്ടുള്ള വിഷയം, അവരുടെ ശമ്പളം സംബന്ധിച്ചിട്ടുള്ള വിഷയം, സ്ഥലം മാറ്റം സംബന്ധിച്ചിട്ടുള്ള വിഷയം, ഗവേഷക വിദ്യാർത്ഥികളുടെ 1.5 കൊല്ലമായി പെൻഡിംഗ് നിലനിൽക്കുന്ന ഫയലുകൾ, ഇതിന്റെ കാര്യത്തിൽ ഇതൊന്നും അജണ്ടയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എടുത്തു പറയേണ്ടത്. അപ്പോൾ സ്വാഭാവികമായും ഇന്നത്തെ ഈ സിൻഡിക്കേറ്റ് യോഗത്തിൽ ഇത്തരത്തിലുള്ള സർവകലാശാലയുടെ അക്കാദമിക് പ്രശ്നങ്ങളിലേക്കൊന്നും കടക്കാതെ ഈ ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിൽ മാത്രം യോഗം ചേർന്ന് പിരിയുക എന്നുള്ളത് തന്നെയാണ് നിലവിൽ ഇപ്പോൾ VC തീരുമാനിച്ചിരിക്കുന്നത്. ഏതായാലും ഇതിൽ വലിയ തോതിലുള്ള പ്രതിഷേധം അധ്യാപക സംഘടനകളുടെ ഭാഗത്ത് നിന്ന് ഇതിനകം തന്നെ ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട്. അവർ ഇതിന്റെ ഭാഗമായുള്ള പ്രതിഷേധ ദിനമായി ഇന്ന് ആചരിക്കുകയുമാണ്. വലിയ പ്രതിഷേധം ഇതിനെതിരെ ഉയരുന്നുണ്ട്, പ്രത്യേകിച്ചും വിദ്യാർത്ഥികളിൽ നിന്നും അതോടൊപ്പം തന്നെ അധ്യാപകരിൽ നിന്നും. അജിംഷാദ്, അതെ, ലേറ്റായാണെങ്കിലും താമസിച്ചാണെങ്കിലും യോഗം ചേരുന്നതിൽ ആശ്വാസം കണ്ടെത്താനാകുന്നില്ല. കാരണം സിൻഡിക്കേറ്റിൻ്റെ പ്രധാന ചുമതലകൾ, സർവകലാശാലയുമായി ബന്ധപ്പെട്ട നിർണായകമായ കാര്യങ്ങളിൽ ഒന്നും അജണ്ടയിൽ ഉൾപ്പെടുത്താതെയുള്ള യോഗം, അത് വെറും കാഴ്ചയ്ക്ക് വേണ്ടിയുള്ളത് മാത്രമാണ് എന്നതാണ് പ്രധാനമായും ഉയരുന്ന ആക്ഷേപം. ഇടത് സംഘടനകൾ കടുത്ത പ്രതിഷേധവുമായി മുമ്പോട്ട് പോവുകയാണ്. സുപ്രധാനമായ വിഷയങ്ങൾ ഉൾപ്പെടുത്താതെയാണ് സിൻഡിക്കേറ്റ് യോഗം ചേരാൻ പോകുന്നത്. ഇതിൻ്റെയൊക്കെ വിവരങ്ങളും വിശദാംശങ്ങളുമാണ് ഷീജ ഞങ്ങളുടെ പ്രതിനിധി നൽകിയത്.